ഇതേപോലെ കുബൂസ് വീട്ടിലുണ്ടാക്കി നോക്കാറുണ്ടോ? നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന പണിയൊക്കെ തന്നെ ഇതിനും വരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ ഇന്ന് ചിക്കൻ ഷവായും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 കപ്പ് ചെറിയ ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് ഈ ഈസ്റ്റിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ കുഴച്ചപ്പോൾ. ഇനി നമ്മൾ 2-3 മണിക്കൂർ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് പൊങ്ങി വന്നപ്പം ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ എടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടി തിക്നെസ് കൂടിയിട്ട് വേണം കേട്ടോ ഇത് നമ്മൾ പരത്തിയെടുക്കാൻ. ഇനി നമ്മൾ ചൂടായ കല്ലിലോട്ട് ഇതേപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ വീർത്ത് വരും കേട്ടോ ഇത് ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഷവായി ചിക്കനും കൂടെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യണത്. ഇനി നമുക്ക് ചിക്കൻ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു പ്രഷർ കുക്കറിൽ ഈ ചിക്കനൊക്കെ നിരത്തി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ആ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുക്ക് ചെയ്ത സമയത്ത് ബാക്കി വന്ന മസാല നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് ചിക്കൻ്റെ മേലെ നമുക്ക് ആ മസാലയും കൂടി ചേർത്തിട്ട് കുബൂസും കൂട്ടി കഴിക്കാം.